ഹേ ഗായ്സ്, നമുക്ക് ബീഫ് കട്ട്ലറ്റ്സ് ഉണ്ടാക്കാം. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ അങ്ങനെ ഭയങ്കര പണിയൊന്നുമില്ല. കുറച്ച് ഉരുളങ്കിട്ട് ഉപ്പിട്ട് കുക്കറിലിട്ട് 2 വിസിലടുപ്പിക്കുക. അത് കഴിയുമ്പോൾ സബോള നുറുക്കുമ്പോൾ ഈ കണ്ണ് നിറയുന്നതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. അത് കഴിഞ്ഞ് ഈ സബോളയിൽ കുറച്ച് ഗ്രീൻ ചില്ലിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം മറന്നു പോയരുത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല. തെറ്റിക്കരുത്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല. ഇത് മൂന്നും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പിങ്ക് ഷെയ്ഡാണ് വരെ. ഇത് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കട്ട്ലറ്റാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ്, വേണമെങ്കിൽ മാഷ്ഡ് പൊട്ടാറ്റോസ് എന്നും കൂടി പറയാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചോ. പിന്നെ ബീഫും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരു പരന്ന ഷേപ്പാക്കാം. ഞാൻ കണ്ടുവന്നിട്ടുള്ള കട്ട്ലറ്റുകൾ പരന്ന ഷേപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അതന്നെ ഉണ്ടാക്കി. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പും, അതൊരു സ്പെഷ്യൽ ആൾക്കാണ്. അതിനുശേഷം എന്താ, മുട്ടയിൽ കുളിപ്പിക്കുക, ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക് പൊടിയിൽ കുളിപ്പിക്കുക, എന്നിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. എണ്ണയിലിട്ട് പൊരിച്ച് നമുക്കിപ്പോൾ നല്ല കട്ട്ലറ്റ് കിട്ടും. അതിനുശേഷമുള്ള സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. പിന്നെന്താ, കഴിക്കാൻ അങ്ങട്. പക്ഷെ ചൂടായിരുന്നുകൊണ്ട് നാക്ക് പൊളിപ്പോൾ ചൂടാറിയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഹാർട്ട് ഷേപ്പ് കട്ട്ലറ്റ് നമുക്ക് ഇവൾക്കുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും കട്ട്ലറ്റ് ഉണ്ടാക്കി വെക്കുക.